നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പഴമായത് കൊണ്ടാണ് ഞാനിവിടെ 3 എടുത്തിട്ടുള്ളത്. നല്ല വലിയ പഴമാണെങ്കിൽ 2 നേന്ത്രപ്പഴം മതി. ഇനി നമുക്ക് ഈ ഒരു പഴത്തിനെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പഴത്തിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാം. ഇപ്പം നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പഴം നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. പഴം നമുക്ക് നല്ലവണ്ണം ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പഴത്തിൻ്റെ കളറൊന്നും മാറി വരണ്ട. നല്ല പഴുത്ത പഴമായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ പഴം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പഴത്തെ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴം നല്ല ചൂടുണ്ടായിരിക്കണം. നല്ല ചൂടോടുകൂടി ഉടച്ചെടുക്കുന്ന സമയത്ത് പഴം നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് പഴത്തിൻ്റെയും കൂടി മധുരം നോക്കിയിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം ഞാനിവിടെ പഴവും പഞ്ചസാരയും തേങ്ങയും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ഇത് കുറച്ചൊരു ലൂസായിട്ടാണ് ഉണ്ടാകുക. നമ്മൾ കുറച്ച് സമയം ഇത് വെക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു പഴം ഒന്ന് ടൈറ്റ് ആയിട്ട് വരും. അതായത് പഴവും പഞ്ചസാരയും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോൾ പഴം നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരും. ഇതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മൈദ ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പഞ്ചസാരയും തേങ്ങയും പഴയിലും മിക്സ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കൂടുതൽ മൈദ ചേർക്കേണ്ടി വരും. മൈദ കൂടുതൽ ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ കുറച്ച് സമയം വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് ഇതൊന്ന് കട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മൈദ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഴം ഒന്ന് കട്ടിയായി വരാൻ വേണ്ടിയിട്ടുള്ള മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കയ്യിൽ വെച്ച് ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് മൈദ ചേർത്ത് പഴം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. എണ്ണയില്ലാതെ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ സമയം എടുത്തിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കുക. അതല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പുറം ഭാഗം ഫ്രൈ ആയിട്ട് വരും, പക്ഷേ ഉൾഭാഗം വെന്ത് വരില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചധികം സമയം എടുത്ത് ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.